ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിപ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജാപ്പനീസ് സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അതും ട്രഡീഷണലായിട്ട് അവർ ചെയ്തു വരുന്ന അവരുടെ സ്കിൻ കണ്ടറിയാലോ, നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലേ, ഭയങ്കര കൊതിയായിരിക്കും, എന്നാ ഗ്ലോ ആയിരിക്കും, അതുപോലെ ഇതൊരു ബ്രൈറ്റ്നെസ് ആണല്ലേ. അതിനകത്ത് നോക്കുവാണെങ്കിൽ ഒരു രീതിയിൽ ഒരു അണ്ണീവൺ ഉണ്ടാവില്ല, അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, ടാൻ, ഇങ്ങനത്തെ ഒരു പരിപാടിയും സ്കിന്നിൽ ഉണ്ടാവില്ല. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാവരും പറയും അവരെപ്പോഴും അങ്ങനെയാണല്ലോ എന്നുള്ളത് ശരിയാണ്, ജനറ്റിക്കലി അവരുടെ സ്കിൻ അങ്ങനെയാണ്. ബട്ട് അവർ നല്ല പോലെ സ്കിൻ കെയർ കൊടുക്കുന്നുള്ളതാണ്. ശരിക്കും അവരെയൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇത്രത്തോളം സ്കിൻ കെയർ കൊടുത്തു തുടങ്ങിയത്, അല്ലെങ്കിൽ സ്കിൻ കെയറിനുള്ള ഇമ്പോർട്ടൻസ് ശരിക്കും നമ്മളെയൊക്കെ മനസ്സിലാക്കി തന്നത് അവിടെ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രമാത്രം അവർ ആ സൗന്ദര്യത്തിനൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കും. നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴൊക്കെയാണ് കുറച്ച് പേരെങ്കിലും എന്താ പറയുക, CTM ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ സെൽഫായിട്ടൊന്ന് ഒരുങ്ങാനും ഒക്കെ തുടങ്ങുന്നത് ഇപ്പോഴാണ്. അപ്പോൾ പോലും ശരിക്കും പ്രോപ്പറായിട്ടുള്ള ഒരു സ്കിൻ കെയറോ കാര്യങ്ങളോ അറിയുന്നില്ല എന്ന് മാത്രമല്ല, അത്രയും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. നമ്മളുടെയൊക്കെ ഉള്ളിൽ നമ്മളുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ചാൽ ഓരോ പ്രായം കഴിയുമ്പോൾ അത് അങ്ങനെയാണ്, ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ, ഇതിങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇങ്ങനെയൊക്കെ മതി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ പലവരുടെ സ്കിന്ന് കണ്ടു കഴിഞ്ഞാൽ അറിയും ഒരു അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല, പെട്ടെന്ന് തന്നെ റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പിഗ്മെൻറ്റേഷൻ ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സ്കിന്നിൽ വരുന്നുണ്ട്, ഭയങ്കര ഡ്രൈ ആയിരിക്കും. ഇതൊക്കെ നമ്മളുടെ പ്രായം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണോ? ഒരിക്കലുമല്ല. നമ്മൾ അത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് എപ്പോഴും നമ്മൾ എല്ലാത്തിനും എനിക്ക് അതല്ലേ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയല്ലേ എന്ന് വിചാരിച്ചിരിക്കാതെ നമ്മൾക്ക് എന്താ പറയുക, നമുക്ക് അത്രയും നമ്മളതിന് അല്ലെങ്കിൽ നമ്മളുടെ സൗന്ദര്യത്തിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. ശരിക്കും ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മളിലൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുക, അതിനെപ്പോഴും നമുക്ക് നമ്മളെ കാണുമ്പോൾ ഞാൻ ഓക്കെ ആണ് എന്നുള്ളൊരു ഫീൽ നമുക്ക് വരണം അല്ലേ. ഞാൻ ഓക്കെയാണ്, ഞാൻ എല്ലാവരേക്കാളും ബെറ്റർ ഞാനാണ് എന്നുള്ളൊരു തോന്നൽ ജസ്റ്റ് നമുക്ക് ഉണ്ടായാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മൾ നല്ല രീതിയിൽ നമ്മളുടെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി നമ്മളെ ഓക്കെ ആക്കി നിർത്തുക, അതിനുള്ളൊരു കോൺഫിഡൻസ് കിട്ടട്ടെ. അപ്പോൾ കാരണം നമുക്ക് നല്ല രീതിയിലൊരു നമ്മളുടെ ഫീച്ചേഴ്സ് നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു സൂപ്പർബായിട്ടുള്ളൊരു ലുക്കൊക്കെയാണ്. സൂപ്പർബായിട്ടുള്ള ലുക്ക് എന്ന് വെച്ചാൽ അങ്ങനെ ഭയങ്കരമായിട്ട് ചെയ്യാനൊന്നുമല്ല, അത്യാവശ്യം നമ്മളുടെ സ്കിൻ കെയർ ഒക്കെ ചെയ്താൽ തന്നെ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും. അങ്ങനെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും ഭയങ്കര നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് ഒക്കെ തോന്നും. അപ്പോൾ എനിക്കൊന്നിനും പറ്റില്ല എന്നുള്ള ചിന്തയൊക്കെ നമുക്ക് മാറി തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ സൗന്ദര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിന് നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ജാപ്പനീസ് സ്കിൻ കെയറിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അവർ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അവരുടെ ആ ഒരു ബ്രൈറ്റ്നെസ്സിനെ നിലനിർത്താനും അവർക്ക് ഈ പറഞ്ഞ പോലെ സ്കിന്നിൽ വേറെ രീതിയിലുള്ള സംഭവങ്ങളൊന്നും പറയാം, നല്ല ഗ്ലോയും കിട്ടി, അതുപോലെ ആ ഒരു ബ്രൈറ്റ് ആക്കി കൊണ്ടുപോകാനുള്ള കുറേ ട്രഡീഷണൽ പാക്കുകളൊക്കെ അവർ യൂസ് ചെയ്യാറുണ്ട്. നമ്മളെപ്പോഴും കൂടുതൽ കുറേ സാധനങ്ങളൊക്കെ മേടിച്ച് കുറേ പൈസ കൊടുത്ത് കുറേ പാക്കും അല്ലെങ്കിൽ കുറച്ച് ക്രീമും കാര്യങ്ങളും മേടിച്ച് ഷോർട്ട് വെയിൽ പെട്ടെന്ന് നമുക്ക് ഒരു ഫാസ്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യും. പക്ഷെ അവിടെയൊക്കെ എന്ന് വെച്ചാൽ ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങളിലാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഹോം മെയ്ഡായിട്ട് ചെയ്യുന്ന പാക്കിലും കാര്യങ്ങളിലൊക്കെയാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കും ശരിക്കും ആ ഒരു രീതിയിൽ ഫോളോ ചെയ്യുവാണെങ്കിൽ ഒരുപാട് റിസൾട്ട് നമുക്ക് ഉണ്ടാവും. ഞാനിപ്പോൾ പറയാൻ പോകുന്ന പാക്ക് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സ്കിന്നിലുള്ള ഒരു പിഗ്മെൻറ്റേഷനുമായി നമ്മളെപ്പോഴും ജാപ്പനീസുകാരനെ പോലെ അല്ലെങ്കിൽ കൊറിയക്കാരനെ പോലെ നമ്മൾ ഭയങ്കര ഒരു കൊറിയൻ ലുക്ക് ഗ്ലാസ് ലുക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 100% കിട്ടണമെന്നില്ല. പക്ഷേ നമ്മളുടെ സ്കിന്നിലുള്ള ആ ഒരു ഡ്രൈനെസ്സിനെ മാറ്റി ബ്രൈറ്റ് ആക്കിക്കൊണ്ട് അതുപോലെ അൺഈവൺ ആയിട്ടുള്ള സ്കിന്നിനെ മാറ്റി ഈവൺ ടോണിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഒരുപാട് മാറ്റം നമ്മൾ സ്കിന്നിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റും, നല്ലൊരു നാച്ചുറൽ ഗ്ലോ കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്താ പറയുക, ഇതുപോലത്തെ പാക്കുകളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ ഞാൻ ഇട്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം തൊട്ട് ഞാൻ കൊറിയക്കാരെ പോലെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമില്ല. പക്ഷേ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവും, സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവും. അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ, എന്താണ് ആ പാക്ക് എന്നുള്ളത്. നമുക്ക് അതിനായിട്ട് ഇവിടെ വേണ്ടത് നമുക്കറിയാം, എപ്പോഴും കൊറിയൻ ആൻഡ് ഇതിലൊക്കെ നമുക്ക് വരുന്നത് ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ റൈസാണ് വേണ്ടത് അല്ലേ. ഇവിടെയും നമുക്കതാണ് ഫസ്റ്റ് വരുന്നത്, കാരണം അവർക്ക് റൈസ് വിട്ടിട്ടുള്ള ഒരു കളിയില്ല. അപ്പോൾ റൈസ് തന്നെയാണ് അവരുടെ സ്കിൻ
ബ്രൈറ്റനിങ്ങിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് റൈസാണ്. ഒരു കുഞ്ഞു കപ്പിൽ റൈസ് എടുക്കുക. അതും മറ്റേ വൈറ്റ് റൈസ് ആയിരിക്കണം കേട്ടോ. അത് നല്ലപോലെ വാഷ് ചെയ്ത് വെക്കുക. അത് നമുക്ക് പിന്നെ വേണ്ടത് ഒരു പൊട്ടറ്റോ എടുക്കാം. നല്ല അടിപൊളിയായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു പൊട്ടറ്റോ എടുക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യണത്, കംപ്ലീറ്റ് അതിൻ്റെ സ്കിൻ പീൽ ചെയ്ത് കളയുക. എന്നിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഗ്രേറ്റ് ചെയ്യേണ്ട, കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ റൈസും ഈ പൊട്ടറ്റോയും കൂടിയിട്ട് ഒരു പാനിനകത്ത് ഒരു 1/2 കപ്പ് നമുക്കിത് വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളത്തിൽ ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. ബോയിൽ ചെയ്യുകയെന്ന് വെച്ചാൽ ഒരുപാട് സമയം ഇട്ട് ഭയങ്കര വേവിച്ച് കളയണം എന്നല്ല, ഒരു 1/4 വേവൊക്കെ ആകുമ്പോൾ നമുക്കിത് നിർത്താവുന്നുണ്ട്. ആ റൈസൊക്കെ നമുക്ക് എനിക്ക് തോന്നും ബാസ്മതി റൈസൊക്കെ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ പെട്ടെന്ന് ബോയിൽ ആവുന്നതാണ്. അപ്പോൾ അത്രയും ഒരു സമയമൊക്കെ മതി. പൊട്ടറ്റോ അതുപോലെ തന്നെ ഒരുപാട് സമയമൊന്നും നമുക്ക് വേവിക്കാനൊന്നും കുറേ സമയമൊന്നും വയ്ക്കേണ്ട ആവശ്യം വരത്തില്ല. അപ്പോൾ അത് നന്നായിട്ട് വേവിച്ചതിന് ശേഷം മാറ്റി വയ്ക്കാം. ആ വെള്ളത്തോട് കൂടി വയ്ക്കുക. എന്നിട്ട് കുറച്ച് ചൂടെല്ലാം പോയതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടച്ചെടുക്കുക. എന്നിട്ട് നല്ല ഒരു വൃത്തിയുള്ള വൈറ്റ് ക്ലോത്ത് എടുക്കുക. വൈറ്റ് ക്ലോത്തിനകത്ത് നമുക്ക് ഈ മിക്സ് ചെയ്ത ഈ സംഭവം നമുക്ക് അതിനകത്ത് മിക്സിയിലിട്ട് അടിച്ചിട്ട് കിട്ടിയ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് അതിനകത്ത് ഇട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. കാരണം ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അരച്ചെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് അതിനെ നമുക്കൊരു കുഞ്ഞു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതിന് ആവശ്യമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞിട്ടില്ല, ഇത് രണ്ടും വെച്ചിട്ടല്ല നമ്മൾ പാക്ക് ഉണ്ടാക്കുന്നത്. നമുക്ക് കോൺഫ്ലവർ വേണം. അപ്പോൾ അത് ഒരു സ്പൂൺ എടുക്കുക. അതുപോലെ തന്നെ നമുക്കൊരു സ്പൂൺ മിൽക്ക് പൗഡർ വേണം കേട്ടോ. പിന്നെ സ്കിൻ ഭയങ്കരമായിട്ട് ഒത്തിരി ഓയിലി ആണെങ്കിൽ മിൽക്ക് പൗഡർ ചിലവർക്കത് സ്യൂട്ട് ആവണമെന്നില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി. മിൽക്ക് പൗഡർ എടുക്കുക. അതുപോലെ തന്നെ ഒരു സ്പൂൺ നമുക്ക് കോക്കനട്ട് ഓയിൽ നമുക്ക് അത്രയും സ്കിന്നിനെ ഗ്ലോ ആക്കി വയ്ക്കും. അപ്പോൾ അതിന് പ്യുവറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ എടുക്കുക കേട്ടോ. അപ്പോൾ അത് നോക്കി മേടിക്കണം. അപ്പോൾ അങ്ങനെ കോക്കനട്ട് ഓയിൽ ഒരു സ്പൂൺ എടുക്കുക. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളുടെ ഫേസ്, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത്, പൊട്ടറ്റോ, റൈസ്, കോൺഫ്ലവർ, അതുപോലെ തന്നെ നമുക്ക് മിൽക്ക് പൗഡർ, ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒരു സ്പൂൺ മതി കേട്ടോ കോൺഫ്ലവർ. അതുപോലെ ഒരു സ്പൂൺ നമുക്ക് മിൽക്ക് പൗഡർ, തന്നെ ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ. നല്ലതുപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം, അതായത് ചിലപ്പോൾ ഇത് പൗഡറൊക്കെ ഇടുന്ന സമയത്ത് ഇച്ചിരി തരിയും കട്ടിയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷെ അത് വരാതെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പ്യൂറായിട്ടുള്ള കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്യുക, നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. ക്ലെൻസ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്ത് 10 to 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്തതിന് ശേഷം നല്ലപോലെ മസാജ് ചെയ്ത് വേണം നമ്മളിത് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ. നല്ലപോലെ ഒരു 10 മിനിറ്റിന് ശേഷം നിങ്ങളൊരു 5 മിനിറ്റ് 3 to 5 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് കൊടുത്തോളൂ. റബ്ബ് ചെയ്ത് കൊടുക്കൂ. ഇങ്ങനെ ജസ്റ്റ് ഒരു നോർമൽ മസാജ് കൊടുക്കുക. അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഇത് ശരിക്കും ഫസ്റ്റ് ഇതിൽ തന്നെ ഒരുപാട് റിസൾട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് നിങ്ങളൊരു ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നല്ലപോലെ റിസൾട്ട് ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. പക്ഷെ അതിൻ്റെ കൂടെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, എന്ത് പാക്ക് ഇട്ടാലും നമ്മളുടെ സ്കിൻ കെയറും കാര്യങ്ങളും പ്രോപ്പറായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ട്രൈ ചെയ്യുക. സ്കിൻ കെയർ ഒന്നും ഇല്ലാതെ നമ്മളിതുപോലെ പാക്ക് മാത്രമാണ് ഇട്ട് പോയതുപോലത്തെ ചിലവർക്കൊരു കാര്യമുണ്ട്, ഞാൻ സ്കിന്നിന് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് CTM കാര്യങ്ങളൊന്നും ആവശ്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. സോ അങ്ങനെയല്ല. നമ്മൾ എന്ത് പാക്ക് ഇട്ടാലും എന്തൊക്കെ ചെയ്താലും CTM നമ്മൾ അതിൻ്റെ കൂടെ കൊണ്ടുപോകണം. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസർ ഇതിൻ്റെ കൂടെ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മൾ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് നല്ലപോലെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ, നല്ല മാറ്റം വരുന്നത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും, ഡ്രൈനെസ് കുറയും, അതുപോലെ തന്നെ നമ്മൾ അൺഈവൺ ആയിട്ടുള്ള കാര്യങ്ങൾ മാറും. നല്ല വ്യത്യാസം, നല്ല സ്കിൻ പെട്ടെന്ന് തന്നെ ഒരു ബ്രൈറ്റ് ലുക്ക് തോന്നാൻ ഹെൽപ്പ് ചെയ്യും. തോന്നാനല്ല, ബ്രൈറ്റ് ലുക്കിലേക്ക് വരും. സോ അങ്ങനെ ഒരുപാട് രീതിയിലുള്ള മാറ്റങ്ങൾ വരും സ്കിന്നിന്. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് എല്ലാവരും ചെയ്തു നോക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള റിസൾട്ട് എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേര് നമ്മളോട് ഒത്തിരി കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതെങ്ങനെയുണ്ടായിരുന്നു ഈ പാക്ക് എന്നുള്ള എല്ലാവരും പറയണം കേട്ടോ. അപ്പോൾ പിന്നെ ചിലവർക്ക് എന്തെങ്കിലും സെൻസിറ്റീവ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒന്ന് പാച്ച് ടെസ്റ്റ് കൊടുത്തിട്ട് ചെയ്യുക കേട്ടോ. ഞാൻ എപ്പോഴും പറയും, എന്ത് പാക്ക് ഇടുവാണെന്നുണ്ടെങ്കിലും സെൻസിറ്റീവ് സ്കിന്നുകാർ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് ഒന്നുകൂടെ വീണ്ടും എടുത്ത് പറയുകയാണ്. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആവട്ടെ. ഓക്കെ, അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. വീഡിയോ കണ്ടല്ലോ മുഴുവനും ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും
സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്ത് ഞങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ അറിയിക്കാനും ഒന്നും തന്നെ മറന്നു പോകരുത്. ഇനി അടുത്ത വീഡിയോയിൽ ഇതുപോലെ തന്നെ നമുക്ക് ഒത്തിരി എന്താ പറയുക എക്സ്പെൻസീവ് ഒന്നും അല്ലാതെ നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന നല്ല പ്രൊഡക്റ്റുമായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.